ഹല്ലേലൂയ. ആരാധന തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആത്മമണ്ഡലത്തിൽ വലിയ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുവാനിടയായി തീർന്നു. ആ പ്രബോധനങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് നമ്മളൊന്ന് പാടി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ മഹത്വത്തെ കുടിക്കുന്ന ദൈവത്തിന്റെ മേഘം, ദ ക്ലൗഡ് ഓഫ് ഹിസ് പ്രസൻസ്, അത് നമ്മുടെ മധ്യത്തിലേക്ക് ഒന്ന് എൻറ്റർ ചെയ്തു. കുറച്ചത് നിറയാൻ തുടങ്ങി. Amen. The cloud of his presence. ഈ ദിവസങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയിരിക്കുവാൻ, പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൂടെ ചലിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ മൂവുകളിൽ ഒന്ന് തിരിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഇമോഷൻസ് മനസ്സിലാക്കുവാൻ, അങ്ങനെ ഒന്ന് ചലിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വലിയവ ചെയ്യുന്നു. വീണ്ടും നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഉയർത്തി, ആ കണ്ണുകളെ അടച്ച് കർത്താവിന്റെ നാമത്തെ നമുക്കൊന്ന് ഉയർത്താം. ഈ അന്തരീക്ഷം ഒരു മിറക്കിൾ അറ്റ്മോസ്ഫിയറാണ്. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. ദിസ് ഈസ് എ മിറക്കിൾ സോൺ. നമുക്കത് പറയാം, ഒരു മിറക്കിൾ സോൺ, അത്ഭുതത്തിന്റെ അന്തരീക്ഷം. എന്താണ് ഒരു അത്ഭുതം? മനുഷ്യന്റെ അസാധ്യതയിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നതാണ് ഒരു അത്ഭുതം. I believe in miracles. Do you believe in miracles? നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു? Hallelujah. The miracle worker is by your side. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. പരിശുദ്ധാത്മാവ് ട്രാൻസാക്ഷൻ നടക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ച് നമുക്ക് അതൊന്ന് സ്വീകരിക്കാം. ആമേൻ. ഹല്ലേലൂയ. 2025 നാം ഈ ദിവസങ്ങളിലെല്ലാം കേൾക്കുന്ന പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്ത വചനം പാസ്റ്റർ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഇത് ALFC സഭയ്ക്ക് മാത്രമല്ല, ഇത് ദേശങ്ങളോട് പറയുവാൻ ദൈവം നമ്മുടെ വായിൽ ഇട്ടു തന്നിരിക്കുന്ന ഒരു പ്രവചന ദൂതാണ്. 2025 is the year of even greater works, not only for ALFC but for the global church. Hallelujah. നിങ്ങൾ ചലിച്ചാൽ നിങ്ങൾ ഒരു ചലനമായി തീരും. Amen. So begin to move so that you become a movement and not a monument. Hallelujah. Amen. Praise God. Hallelujah. അപ്പോൾ 2025 a year of even greater works. ഇതിലും വലിയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 12 വാക്യം നമുക്ക് പെട്ടെന്ന് ആ പ്രവചന ദൂത്, ആ ദൈവവചനത്തിന്റെ ആ വെളിപ്പാടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, അതിലൊന്ന് അടിസ്ഥാനപ്പെടുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ദൈവവചനത്തിന്റെ ആ വിത്ത്, വചനം, വെളിച്ചം, വെളിപ്പാടുകൾ ഉള്ളിൽ നിറയുമ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം this is an year of even greater works എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഡെക്രീ ചെയ്യുമ്പോൾ, you have some substance. Hallelujah. Amen. അതുകൊണ്ടാണ് ഈ വചനം കുറച്ചും കൂടി ആഴത്തിൽ പോയി ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ നൽകി നമ്മളെ ഈ ദൈവവചനത്തിന്റെ ഉപദേശങ്ങളിലും സത്യങ്ങളിലും നമ്മെ ആങ്കർ ചെയ്യുന്നത്. ഇത് വികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആവേശത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു കാര്യമല്ല. This is the word of God and this is the power to do what it says. ദൈവത്തിന്റെ വചനം അത് ശക്തിയാണ്, അത് ജീവനാണ്, അത് ആത്മാവാണ്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അത് നിവർത്തിച്ചെടുക്കുവാൻ അതിൽ തന്നെ ഒരു പൊട്ടന്റ് പവർ ഉണ്ട്. ഹല്ലേലൂയ. ഒരു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന് വേണ്ടിയത്. ഹല്ലേലൂയ. വചനം വരുമ്പോൾ നിങ്ങൾ അതൊന്ന് ഏറ്റെടുത്താൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 12 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. Verily, verily, I say unto you, he that believes on me, the works that I shall do, he shall do also, and even greater works than these shall he do, because I go to the Father. Amen. Passion translation നമുക്കൊന്ന് വായിക്കാം. I tell you that the eternal timeless truth, the person who follows me in faith, believing in me, will do the same mighty miracles that I do, even greater miracles than these, because I go to be with my Father. യേശു പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ. അതിന്റെ സന്ദർഭം, അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇത് യേശു തന്റെ ശിഷ്യന്മാരെ ഒരുക്കിയെടുക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെ ഒരുക്കിയെടുക്കുന്ന ആ ഒരു ഭാഗമാണ്. This is the upper room discourse. അന്ത്യ അത്താഴത്തിൽ the last supper ആണ്. ആ സമയത്ത് അവസാനത്തെ മെസ്സേജ്, the last message of Jesus. Amen. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ ഭാഗങ്ങളെല്ലാം യേശു തന്റെ ഹൃദയത്തെ തുറന്ന് തന്റെ ശിഷ്യന്മാരെ ഒരുക്കി അവർക്ക് ദർശനം നൽകി സ്തോത്രം അവരെ ഒരുക്കിയെടുക്കുന്ന ആ ഒരു സന്ദേശമാണ്. Hallelujah. And it is very, very, very powerful. നമുക്കും അത് വളരെ പ്രസക്തിയുള്ള ഒരു സന്ദേശമാണ്. യേശുവിന്റെ ആദ്യത്തെ വരവിൽ യേശു വചനങ്ങളെ അയച്ചു ഒരുക്കിയെങ്കിൽ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാൻ ഇടയായി തീർന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പേ വീണ്ടും, അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് സ്തോത്രം ഈ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി തന്റെ സഭയെ ഒരുക്കിയെടുക്കുന്നത്. So the Lord is preparing us. Hallelujah. Amen. 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 Hallelujah. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും, അതിൽ വലിയത് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു ഈറയിലാണ് നാം. So I declare and decree that we are called to do the even greater works. ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ, ഇതിലും വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ. Get ready. Somebody lift up your hand and say, that's me, that's me, that's me.
Jesus name. Amen. അപ്പോൾ even greater works, ഇതിൽ വലിയ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ even greater outpourings, നമ്മൾ ഇതുവരെ അനുഭവിച്ച ആത്മപകർച്ചകളെക്കാൾ വലിയ ആത്മപകർച്ചകളും ആത്മമാരിയും. ഇതിലും വലിയ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ മാംസം ചേർക്കുകയാണ്. So even greater works, even greater outpourings, even greater പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ, ആത്മപകർച്ചകൾ. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം മുൻമഴയുടെ കാലഘട്ടമല്ല, ഇത് പിന്മഴയുടെ കാലഘട്ടമാണ്. This is the season, the time of the latter rain. പിന്മഴ ശക്തമായി ലോകമെമ്പാടും പെയ്ത് ഇറങ്ങുന്ന ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ മധ്യത്തിലും ഈ പിന്മഴ പെയ്ത് ഇറങ്ങുന്നതിന്റെ അടയാളങ്ങൾ. ഹല്ലേലൂയ. കഴിഞ്ഞ വ്യാഴാഴ്ചയൊക്കെ വന്നവർക്ക് അറിയാം, സ്തോത്രം. വെള്ളിയാഴ്ച ഓൾട്ടർ സർവീസിലൊക്കെ വന്നവർക്ക് അറിയാം, ദൈവം ഒരു പുതിയ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ ചെയ്യുക. God is pouring out his new wine. ദൈവം എന്ത് ചെയ്യുക? പുതുവീഞ്ഞ് പകരുകയാണ്. New wine, പുതുവീഞ്ഞ്. The new wine of the Holy Spirit. ആത്മാവിന്റെ പുതുവീഞ്ഞ് പകരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈവൻ ഗ്രേറ്റർ വർക്ക്സ്, അല്ലെങ്കിൽ ഇതിൽ വലിയ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇതിലും നാം അനുഭവിച്ചതിലും നാം കണ്ടതിലും ലോകം കണ്ടതിലും അതിനേക്കാൾ വലിയ ആത്മപകർച്ചകളും ആത്മമാരിയുടെയും ഒരു കാലഘട്ടം. ഇതിൽ വലിയ അത്ഭുതങ്ങളുടെ ഒരു കാലഘട്ടം. ഇതിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെയും the deeper workings of the Holy Spirit. ഹല്ലേലൂയ. ഇതിലും വലിയ എൻകൗണ്ടറുകളുടെ ഒരു പ്രതലം. ഇതിലും വലിയ അത്ഭുതങ്ങളുടെ ഡിസ്പ്ലേ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് പവർ. ഈവൻ ഗ്രേറ്റർ ബ്രേക്ക് ത്രൂസ്, ഈവൻ ഗ്രേറ്റർ ഹാർവസ്റ്റ്, ഈവൻ ഗ്രേറ്റർ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ഈവൻ ഗ്രേറ്റർ works and the activities of God. Hallelujah. Amen. അപ്പോൾ ദൈവം എപ്പോഴും ചെയ്യുന്ന എന്താണ്? ആദ്യം തന്നെ വചനത്തെ അയക്കും, പിന്നെ ആ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ നാം അത് അനുഭവിക്കുവാൻ, അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ദൈവം തന്റെ വചനത്തിന്റെ വെളിപ്പാടുകളെ അയക്കും. First God will send his word and then he will reveal his ways. ദൈവത്തിന്റെ വഴികളെ നമുക്ക് പഠിപ്പിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഒത്തിരി വഴികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. 7 principles to walk in this greater works. ഈ ഇതിലും വലിയ ദൈവപ്രവൃത്തികളിലേക്ക് നടക്കുവാൻ ഉള്ള 7 പ്രമാണങ്ങൾ, 7 principles, 7 principles that will help us to walk in even greater works. Hallelujah. അപ്പോൾ ദൈവം ഒരു വചനം അയക്കുമ്പോൾ യാദർശികമായി അതങ്ങ് നടക്കും എന്നല്ല. ആ വചനത്തെ നിവർത്തിക്കാനുള്ള ദൈവത്തിന്റെ വെളിപ്പാടുകളും വഴികളും. And if somebody will pay attention to what God is saying, ആരെങ്കിലും ദൈവം പറയുന്ന ആ വചനത്തിന്റെ വാക്തത്തിന്റെ വഴികൾക്ക് ഒന്ന് ചെവി കൊടുത്താൽ, അത് ഏറ്റെടുത്താൽ, അത് പാലിച്ചാൽ, അതനുസരിച്ചാൽ, അതിൽ നടന്നാൽ അവരുടെ ജീവിതം ദൈവം പറഞ്ഞ ആ വാഗ്ദത്തത്തിന് ഒരു ടെസ്റ്റിമണി ആയിത്തീരും. They become testimonies of that prophetic word. Hallelujah. Amen. പെട്ടെന്ന് അതൊന്ന് നിങ്ങളെ കുറിച്ചിടാൻ പറ്റുന്നവരെല്ലാം കുറിച്ചിടുക, അല്ലെങ്കിൽ നിങ്ങളെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക. ഒന്ന്, ആദ്യത്തെ ഫെയ്ത്ത്. എന്നിൽ വിശ്വസിക്കുന്നവൻ. നമ്മൾ എത്ര ഈ പ്രസംഗം കേട്ടാലും വചനം കേട്ടാലും ഇത് വിശ്വസിക്കാൻ നീ മനസ്സ് കാണിച്ചില്ലെങ്കിൽ എന്താ? ഇത് വെറും കേൾവിയായിട്ട് നിൽക്കും. ആൻഡ് ദാറ്റ്സ് വൈ കഴിഞ്ഞ ആളുകളൊക്കെ ഒരു സ്കൂൾ ഓഫ് ഫെയ്ത്തിലൂടെ കൊണ്ടുപോയി എന്താണ് വിശ്വാസത്തിന്റെ പാഠങ്ങളിൽ പരിശീലിപ്പിച്ച് ഒരു പക്വതയിലേക്ക് കൊണ്ടുവന്ന് സ്തോത്രം വിശ്വാസ വീരന്മാരായ ചിലരെ ദൈവം വാർത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. What is the way to walk into even greater works? The dimension of faith, the principle of faith. വിശ്വാസത്തിന്റെ ആ ഒരു തലം. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്, abiding in Christ. ക്രിസ്തുവിനോടുകൂടെ വസിക്കുക. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞ് പഠിപ്പിക്കുക, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമായിരിക്കും. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ, എന്നിലധികം പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ, മക്കളെ സ്തോത്രം, this is important. എന്റെ ജീവിതത്തിലൂടെ ദൈവപ്രവൃത്തികൾ ഒഴുകിയത് അതിന്റെ പിന്നിലുള്ള രഹസ്യമാണ്. ഞാൻ എന്റെ അപ്പനിൽ വസിച്ചു. ഹല്ലേലൂയ. ആ പാഠങ്ങളൊക്കെ നന്നായി പഠിച്ചതുകൊണ്ട് ഞാൻ തൊട്ട് പോകുന്നതേ ഉള്ളൂ. 3, ദർശനം. A vision from God. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഒരു ദർശനം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം, ക്രിസ്തുവിൽ വസിക്കുന്ന ആ പാഠം, ആ പ്രമാണം. 3, ദർശനം. 4, implicit obedience. ആഴമായ ദൈവസ്നേഹത്തിൽ നിന്ന് ഉളവായിരിക്കുന്ന പെട്ടെന്നുള്ള അനുസരണം. പലരും ആ ഒരു ലെവൽ വരുമ്പോഴത്തേക്ക് ദൈവം എത്ര എവിടെ വിട്ടാലും നാളെ നീളെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തോട് സ്തോത്രം എങ്ങനെയാ നമ്മളെപ്പോഴും അനുസരിക്കുവാൻ താമസം കാണിക്കും. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ശിമോനോട്, രാത്രി മൊത്തം താൻ അധ്വാനിച്ചു, ഒന്നും പിടിച്ചില്ല, പടക് കാലി 0. പക്ഷെ കർത്താവ് ആ പടകിലേക്ക് ഒന്ന് കടന്നു വന്നു. താൻ ആ പടകൊന്ന് തുറന്നു കൊടുത്തു. കർത്താവ് ആ പടകിലേക്ക് കയറി നിന്നു. അവിടെ വചനം സംസാരിച്ചു, പ്രസ്താവിച്ചു. ശിമോന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ചലനങ്ങൾ നടക്കുക. തന്റെ പടകിൽ നിൽക്കുന്ന ആരാണ് താൻ ഗ്രഹിക്കുക. അത് കഴിഞ്ഞ് യേശു പറയുകയാ, ശിമോനെ, നീ അല്പം ആഴത്തിൽ വലയൊന്ന് ഇറക്കണമേ. അപ്പോൾ ശിമോൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, ഈ കടലിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം, എന്റെ പടകിൽ നിൽക്കുന്ന തച്ചന്റെ മകനായ യേശു ആണെന്ന് എനിക്കറിയാം. സ്തോത്രം. പക്ഷെ താൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ താൻ ആരാണെന്നുള്ളൊരു വെളിപ്പാട് ശിമോന്റെ ഹൃദയത്തിൽ വന്നു. രാത്രി മൊത്തം അധ്വാനിച്ചു, എങ്കിലും കർത്താവേ, അങ്ങയുടെ വാക്കിൽ ഞാൻ വലയിറക്കാം. ഒബീഡിയൻസ്
If you want to move into the even greater works, നിന്റെ ബുദ്ധിക്കും ലോജിക്കും റീസണിങ്ങിനും അപ്പുറമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഹേമിക്കുമ്പോൾ നിനക്കൊന്ന് കണക്ട് ചെയ്ത് നീ ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ that will be your miracle catch. Hallelujah. അന്ന് വരെ പിടിക്കാത്ത ഒരു പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കുവാൻ ശിമോന്റെ ഒറ്റ അനുസരണം. പെരുത്ത മീൻകൂട്ടത്തെ നിങ്ങൾ ഇതുവരെ പിടിക്കാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത അങ്ങനെ ഒരു മേഖലകളിലേക്ക്, അത് ബിസിനസിന്റെ മേഖലകളായിരിക്കാം, നിങ്ങളുടെ ജോലിയോടുള്ള മേഖലകളായിരിക്കാം, നിങ്ങളുടെ പ്രൊമോഷനോടുള്ള ബന്ധത്തിലായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം. Today I prophesy to someone that you are about to have a miracle catch. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത, ഇതുവരെ നിങ്ങൾ പിടിക്കാത്ത, ഇതുവരെ നിങ്ങൾ നടക്കാത്ത ആ പ്രതലങ്ങളിലേക്ക് നിങ്ങളുടെ അനുസരണം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹേമിക്കുമ്പോൾ get ready for a miracle breakthrough catch. വല കീറുമാർ ഒരു പെരുത്ത മീൻകൂട്ടത്തെ സ്തോത്രം കർത്താവ് പ്രദാനം ചെയ്ത് ശിമോനെ പ്രകൃതിക്ക് അതീതമായി I can work in ways that you can imagine. വലയിട്ട് പിടിച്ച് എടുക്കുന്ന നിന്റെ തലത്തെ എനിക്ക് മാറ്റുവാൻ കഴിയും. I am a God who performs miracles and signs and wonders. ഒറ്റ അടയാളവും അത്ഭുതവും ഹല്ലേലൂയ. ശിമോനെ ഒരു മീൻപിടുത്തക്കാരന്റെ ആ തലക്കെട്ടിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന കർത്താവിന്റെ ഒരു അപ്പോസ്തലനായി മാറ്റി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പല മീൻ പിടിക്കുന്ന, പല ബിസിനസ് ചെയ്യുന്ന, പല ജോലി ചെയ്യുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിളി വരുന്ന ഒരു വർഷമാണ്. ശിമോനെ എനിക്ക് നിന്നെ വേണം ബാടാ എന്ന് പറഞ്ഞതുപോലെ യാക്കോബിനെയും യോഹന്നാനെയും അവര് മീനൊക്കെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേക്ക് കർത്താവ് നോക്കി, കം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇന്നെന്തോ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ സീസണിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ ലോജിക് കൊണ്ട്, നിന്റെ റീസണിംഗ് കൊണ്ട് നീ ചിന്തിച്ചാൽ ഒരു കാരണവശാലും നിനക്ക് കാലെടുത്ത് വെക്കുവാൻ കഴിയുകയില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ get ready, you are about to enter the season of your call of God. Hallelujah. രണ്ട് പ്രവാചകന്മാർ കൈ തല വെക്കുന്നത് കൊണ്ടല്ല, നിന്റെ ഹൃദയത്തിൽ നീ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഹേമിക്കുമ്പോൾ hallelujah, hallelujah. I don't want to miss my Kairos moment. എന്റെ Kairos സമയത്തെ I don't know about you, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടാൽ, നിന്നോട് സംസാരിച്ചാൽ don't go about walking and waiting for confirmation. Implicit obedience opens the way for the miraculous and the supernatural. Hallelujah. അതെ, ഈ ദിവസങ്ങളിൽ ഭാരതത്തിൽ ഒരു പെരുത്ത മീൻകൂട്ടത്തെ പിടിക്കാനുള്ള ഒരു അഭിഷേകത്തെ ദൈവം തുറന്നു വിട്ടിരിക്കുക. ആ കാറ്റ് വീശുകയാ. Hallelujah. ഒരു പൈശാചിക ശക്തികൾക്കും ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ഒരു മാനുഷിക ഗവൺമെന്റിനും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ഉണർവിന്റെ റൂഹ കാറ്റ്. The wind of God is blowing. The anointing of the Lord. ദൈവത്തിന്റെ പുതുവീഞ്ഞ് പകരപ്പെടുന്ന നാളുകളിൽ you cannot resist what God is doing. Get ready, church. Get ready. Amen. 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 നാലാമത്തെ വിഷയമാണ് ഇന്നത്തെ ദൂത്, the absolute surrender. ദൈവത്തിന്റെ പ്രവൃത്തികളിലേക്കും കർത്താവിന്റെ പ്രവൃത്തികളെയും അതിൽ വലിയ പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ it's a basic thing. You have to be a person who is absolutely surrendered to God. ദൈവത്തിന് പൂർണ്ണമായി സറണ്ടർ ചെയ്ത ഒരു വ്യക്തിയായിരിക്കണം താങ്കൾ. That's total complete surrender and consecration. No half surrender, no half consecration will ever cause you to move into the greater works of God. Hallelujah. ആറാമത്തെ partnership with the Holy Spirit. പരിശുദ്ധാത്മാവുമായി ആ ഒരു കൂട്ടായ്മ, ആ ഒരു പാർട്ണർഷിപ്പ്. പസുമ ആരാധന നടത്തിയപ്പോൾ ദൈവത്തിന്റെ മേഘം, the cloud of God rolled into this place. കുറച്ച് കഴിഞ്ഞപ്പോൾ then it remained in a definite place. ഒരു റലത്തിൽ അതങ്ങ് നിന്നു. But if we will know how to walk in partnership with the Holy Spirit of God and move with Him ceaselessly. Wow. അതുകൊണ്ടാണ് ദൈവസഭ ശുശ്രൂഷമാരൊക്കെ ഒറ്റക്കെട്ടായി you must know how to synchronize and harmonize and flow together with the Holy Ghost. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 120 സംഗീതകർ, പുരോഹിതന്മാർ അവരെല്ലാം ഒരുമനപ്പെട്ട് they knew how to keep their order. ഒരുമിച്ച് ഒരു മനപ്പെട്ട് ഒരു ഹൃദയത്തോട് ഹല്ലേലൂയ അവർ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ വലിയൊരു പ്രവൃത്തി ചെയ്യുകയാണ്. ആ ഒരുമ നമ്മളിലേക്ക് കൊണ്ടുവരിക, ഒരുമിച്ച് ഒഴുകുവാൻ, ഒരുമിച്ച് സ്തോത്രം പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് ഹല്ലേലൂയ. We will be able to flow together as one army, as one man. ഒരു വലിയ ഓർക്കസ്ട്രയിൽ കീബോർഡ് ഉണ്ട്, സ്തോത്രം, പല പല മ്യൂസിക്, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അടിച്ചാൽ എന്ത് പറ്റും? chaos and confusion. But there is a person who is conducting. Hallelujah. അതിന്റെ ഓർക്കസ്ട്ര ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. If everybody's eye is not on that person who is leading the orchestra, it's chaos and confusion. എല്ലാവർക്കും ഇൻഡിവിജ്വലായി നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. But they have to flow. They have to learn to flow. You have to partner. And therefore this morning in the പകൽക്കാലം നമുക്ക് പറയാം, പരിശുദ്ധാത്മാവേ, we want to partner with you. We want to co-work with you. അങ്ങയോട് കൂട്ടുവേലക്കാരായി. You are the Lord. You are the master. അങ്ങാണ് കർത്താവ്, അങ്ങാണ് യജമാനൻ. അങ്ങ് പറയുന്നത് പോലെ ചലിക്കുവാൻ
Wow. When someone begins to partner with the Holy Spirit of God, it's a totally different ball game. Hallelujah. Amen. ഏഴാമത്തെ സ്തോത്രം, the zeal of the Lord. യഹോവയുടെ എരിവ്. ഈ വലിയ ദൈവ പ്രവൃത്തികളിലേക്ക് നമുക്ക് ഒഴുകണമെങ്കിൽ even the zeal of the Lord, ദൈവത്തിന്റെ എരിവ്, ആലയത്തെക്കുറിച്ച്, പിതാവിന്റെ ഇഷ്ടത്തെക്കുറിച്ച്, പിതാവിന്റെ അസൈൻമെന്റിനെ കുറിച്ച് യേശു എപ്രകാരം യഹോവയുടെ എരിവിനാൽ പിടിക്കപ്പെട്ടു, അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയം ഒന്ന് പിടിക്കപ്പെട്ടാൽ, ഒരു സഭ ദൈവത്തിന്റെ എരിവിനാൽ പിടിക്കപ്പെട്ടാൽ, then it is irresistible. ദൈവത്തിന് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. Amen. Absolute surrender, സമ്പൂർണമായ സമർപ്പണം. Hallelujah. The price that we must pay for even greater works. നാം കൊടുക്കേണ്ട വിലയാണ് നമ്മുടെ സമ്പൂർണമായ സമർപ്പണം. ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 10-11 വാക്യങ്ങൾ കർത്താവ് തന്റെ ജീവിതത്തിന്റെ ആ രഹസ്യം പറയുകയാണ്. കർത്താവിന്റെ ജീവിതത്തെ മാതൃകയാണ് ഈ 7 തത്വങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട്. I want to teach you 7 lessons from the life of Jesus. യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് 7 പാഠങ്ങൾ which caused him to move as a person with ceaseless, ഒരു ഗ്യാപ്പുമില്ലാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു തടസ്സവുമില്ലാത്ത ഒരു വ്യക്തിയായി. Lessons from the life of Jesus which will help us to walk in even greater works. Hallelujah. യേശുവിന്റെ ജീവിതത്തിലുള്ള 7 പാഠങ്ങളാണ് നാം പഠിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? യെസ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, സ്തോത്രം. ഹല്ലേലൂയ, സ്വയമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പീൻ. അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. പരീക്ഷന്മാർക്കും സദുക്കിയർക്കും പള്ളിപ്രമാണികൾക്കും യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയാത്തപ്പോൾ യേശു പറയുകയാണ്, സ്തോത്രം, ഞാൻ ചെയ്യുന്നത് എന്റെ പ്രവൃത്തികളല്ല, എന്റെ വാക്കുകളല്ല. അവിടെ വസിക്കുക, അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്, ആ വലിയൊരു തത്വമാണ് യേശു പറയുന്നത്. ഇത് എന്റെ പ്രവൃത്തികളല്ല, എന്റെ വാക്കുകളല്ല. ഞാൻ പിതാവിൽ വസിക്കുന്നുണ്ട്, പിതാവ് എന്നിലൂടെ പുറപ്പെടുവിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും. യേശുവിൽ വസിക്കുക. ഒന്ന് പറയാം, കർത്താവിൽ വസിക്കുക. യേശുവിന്റെ ജീവിതത്തിന്റെ ആ മാതൃക നോക്കിയേ. അബൈഡിങ് ഇൻ ജീസസ്. 10ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം, അതാണ് അബ്സല്യൂട്ട് സറണ്ടറിന്റെ ഹൃദയം. It's the heart of absolute surrender and it's the language of absolute surrender. പൂർണ്ണമായി സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയവും ഭാഷ യേശുവിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യെസ്. 10ാമത്തെ വാക്യം ഒരു പ്രാവശ്യം വായിക്കാം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. Hallelujah. I'm a surrendered person. I'm a yielded person. ഞാൻ സമർപ്പിക്കപ്പെട്ട, കർത്താവിന് വേണ്ടി, പിതാവാൻ ദൈവത്തിന് വേണ്ടി വേർപെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് എന്റെ അധികാരത്തിലുള്ളതല്ല, എന്റെ ഇഷ്ടമുള്ളതല്ല ഞാൻ പറയുന്നത്, എന്റെ ആഗ്രഹമുള്ളതല്ല. I do not speak of my own authority. I'm a subordinate. I'm a delegated person. I'm a surrendered person. ഞാൻ സംസാരിക്കുന്നത് എന്റെ ആഗ്രഹം, ഇഷ്ടം, എന്റെ താല്പര്യം, എന്റെ ദർശനം അല്ല. എന്റെ അപ്പൻ, എന്റെ പിതാവ് കൽപ്പിച്ച ആ വാക്കാണ് ഞാൻ സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്കറിയാം. 38 വർഷം ബെഥസ്ദ കുളക്കരയിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യന്റെ കഥയാണ്. ആശയറ്റ് നീ ഒരു അത്ഭുതം നടക്കുമോ, സൗഖ്യമാകുമോ, നിരാശയുടെ വക്കിൽ വന്ന് അങ്ങനെ നീറി വിഷമിച്ച് വേദനിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. യേശു ആ സ്ഥലത്തേക്ക് കടക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. 38 വർഷം നീണ്ട പക്ഷവാതം ബാധിച്ച് കാലുകൾ ചലിക്കാത്ത, പരസഹായം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ വ്യക്തിയിലേക്ക് യേശു ഇറങ്ങി വന്നവനെ സ്പർശിക്കുക. യേശു ചെയ്ത ആ പ്രവൃത്തി, കർത്താവ് പറയാം, ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും, ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. 38 വർഷക്കാലം കാലുകൾക്ക് ബലമില്ലാതെ ശോഷിച്ചു പോയ, ചലനമില്ലാത്ത ആ ഒരു അത്ഭുത പ്രവൃത്തി യേശു ചെയ്തു. ഒരു വലിയ മഹാ അത്ഭുതം അവിടെ നടന്നു. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അതൊന്ന് കാണുവാൻ കഴിയും? യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. യേശു മാറിയിട്ടില്ല, അവന്റെ പ്രവൃത്തികൾ നിന്നുപോയിട്ടില്ല. ദൈവത്തിന്റെ ഹൃദയത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, പിതാവിന്റെ ഹൃദയം. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അത് പിതാവാം ദൈവത്തിന്റെ ഹൃദയമാണ്. ഒരു സക്കായിക്ക് വേണ്ടി യേശു നിന്നു. ഒരു സമരയ സ്ത്രീക്ക് വേണ്ടി പോകണ്ടാത്ത റൂട്ടിലൂടെ യേശു പോയി ആ വ്യക്തിയെ സ്പർശിച്ചു.
കാണാതെ പോയ ജനത്തെ, ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന യേശുവിന്റെ ഹൃദയം. That's the heart of God. 38 വർഷക്കാലം പക്ഷപാതം ബാധിച്ച ഈ മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ നാം എന്താ കാണുന്നത്? യേശു പോയി ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തു, ഭയങ്കരമായി ഷൈൻ ചെയ്തു. നോ 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 നോ. രോഗിയായിരിക്കുന്ന, മനപ്പീഡയിലായിരിക്കുന്ന, മനോവേദന അനുഭവിക്കുന്ന, ആശയാറ്റിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പിതാവിന്റെ ഹൃദയത്തെ, 100 കൂട്ടം രോഗികളുണ്ടെങ്കിലും നിസ്സഹായനായി തന്നെ സഹായിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന പിതാവാം ദൈവത്തിന്റെ ഒരു ഹൃദയമാ യേശു വരച്ചു കാട്ടിയത്. Jesus still loves to heal the sick. Hallelujah. ഒരു രോഗിക്ക് വേണ്ടി, എത്ര വലിയ തിക്കും തിരക്കും പുരുഷാരവും വിട്ട് ഒരു രോഗിക്ക് വേണ്ടി, ഒരു നഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മഭാരം, ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി യേശുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന അതേ എരിവ്, അതേ ദർശനം, അതേ കാഴ്ചപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുക. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ പിതാവാം ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ആ സ്വപ്നത്തെ, ദർശനത്തെ, ആ മാൻഡേറ്റുകളെ ചെയ്തെടുക്കുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ തീ കത്തിക്കുക എന്നാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കും. The Holy Spirit will remind you of the things that I've spoken. Hallelujah. ഒരു വലിയ അത്ഭുതം യേശു ചെയ്തു. These are the days of miracles. അതെ, ഇതുപോലുള്ള വലിയ അത്ഭുതങ്ങൾ, ചെറിയ അത്ഭുതങ്ങളല്ല. The days of great miracles. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ ഒരു വിശ്വാസം, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെ ഒരു പ്രതലമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന the days of greater miracles. Hallelujah. Amen. വലിയ ഒരു ദൈവപ്രവൃത്തി നടന്നു. നീ കിടക്കെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കിടക്കെടുത്ത് നടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പരീശന്മാർ അവിടെ നിന്നപ്പോൾ, ഇത് സബത്തിന്റെ ദിവസമാണ്, സബത്തിന്റെ ദിവസം ജോലി ചെയ്യാൻ പാടില്ല. ആരാ നിന്നോട് പറഞ്ഞ ഈ കിടക്കെടുത്ത് നടക്കാൻ? അപ്പൊ അവൻ പറഞ്ഞു, 38 വർഷക്കാലം നിങ്ങൾക്ക് അറിയാമോ, ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു, എന്റെ കാലുകൾ ചലിക്കുന്നില്ലായിരുന്നു, ഞാൻ രോഗാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു വ്യക്തി വന്നു എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്ക എന്ന്. ഞാൻ ആ വാക്ക് അനുസരിക്കാൻ എന്റെ കാലെടുത്തപ്പോൾ പെട്ടെന്ന് ദൈവശക്തി എന്നിലേക്ക് വന്നു. ഒരു അത്ഭുതം സംഭവിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു എന്റെ കിടക്കെടുത്ത് നടക്കാൻ. എനിക്കറിയില്ല ആ മനുഷ്യനാരാണ്. പരീശന്മാർ നീരസപ്പെട്ടു. അവര് ജനം സൗഖ്യമാകുന്നതും വിടുവിക്കപ്പെടുന്നതും രൂപാന്തരപ്പെടുന്നതും ഒന്നും അല്ല വിഷയം. അവർക്ക് അവരുടെ പ്രോട്ടോകോളും, അവർക്ക് അവരുടെ ന്യായ പ്രമാണങ്ങളും, അവരുടെ കാര്യങ്ങൾ, ഒരു റിലീജിയസ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ അവർ വളരെ കംഫർട്ടബിൾ ആയി. ദൈവ സാന്നിധ്യമോ, ദൈവ പ്രവർത്തികളോ, ദൈവത്തിന്റെ രൂപാന്തരങ്ങളോ, ദൈവം കൊണ്ടുവരുന്ന മാറ്റങ്ങളോ, ദൈവത്തിന്റെ ചലനങ്ങളോ ഒന്നും അല്ല അവരുടെ ഹൃദയത്തിന്റെ കൊതി. സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നാൽ ഇതെല്ലാം പൊളിയും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് വായിക്കാം. 17ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഞാൻ ഈ അത്ഭുതം ചെയ്യുവാൻ കാരണം യേശുവിന്റെ വാക്കുകൾ നോക്കിയേ. സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ലാംഗ്വേജ് നമുക്ക്, ദിസ് ഇസ് ദ ഹാർട്ട് ലാംഗ്വേജ് ഓഫ് എ പേഴ്സൺ ഹു ഈസ് സറണ്ടർഡ്. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു. 38 വർഷക്കാലം പീഡനത്തിൽ പീഡിപ്പിക്കപ്പെട്ട രോഗിയായിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കുവാൻ ഞാൻ കണ്ടു. അത് തന്നെ ഞാൻ ഭൂമിയിൽ, ഞാൻ സ്വർഗത്തിൽ എന്റെ പിതാവ് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പിതാവ് ചെയ്യുന്നത്, ഭാരതത്തിൽ ചെയ്യുന്നത്, യേശുവിന് ഉള്ളിൽ ചെയ്യുന്നത്, കേരളത്തിൽ ചെയ്യുന്നത്, രാജ്യങ്ങളിൽ ചെയ്യുന്നത്, നമ്മുടെ ഹൃദയം, നമ്മുടെ കണ്ണുകൾ ഒന്ന് കണ്ടാൽ, no one can stop us. The unstoppable works of God will follow. Amen. Hallelujah. Yes. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, നോക്കിയേ, ശബത്തിനെ ലംഘിച്ചു. പരീശന്മാർക്ക് ശബത്ത് ലംഘിച്ചു. അത്ഭുതം നടന്നു. ഒരു വ്യക്തി വിടുവിക്കപ്പെട്ടു. ഒരു വ്യക്തിയുടെ ജീവിതം തിരിഞ്ഞു. ഒരു വ്യക്തി സ്തോത്രം ദൈവഭാഗത്തേക്ക് വന്നു. അതൊന്നും വിഷയമല്ല. ശബത്ത് ലംഘിച്ചു. ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. യേശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷം ഒരു മഹാ അത്ഭുതം നടന്നാൽ കുരിനങ്ങളെ എങ്ങനെയായിരിക്കും അങ്കിളിന്റെ പ്രതികരണം? സ്തോത്രം. സന്തോഷിക്കോ, ആനന്ദിക്കോ, തുള്ളിച്ചാടുവോ, ദൈവത്തിന് മഹത്വം കൊടുക്കോ? ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ നടക്കുന്നത്. എത്ര വലിയ ദൈവപ്രവർത്തികൾ നടന്നാലും പരീശന്റെ മനോഭാവം, ഹൃദയം, പരീശന്മാർ മിസ്സായി. അവര് വചനം അരച്ച് കലക്കി എവിടെയാണെന്ന് നല്ല രീതിയിൽ പറയുവാൻ, പ്രസംഗിക്കുവാൻ ഏറ്റവും വലിയ എക്സ്പേർട്ടുകളായിരുന്നു. പക്ഷെ അവര് ദൈവത്തിന്റെ പ്രവർത്തികളെ, മെശിഹയെ തിരിച്ചറിഞ്ഞില്ല. യേശുവിനെ മിസ് ചെയ്തു. സാക്ഷാൽ പ്രവചനങ്ങളുടെ നിവൃത്തിയായ യേശു അവരുടെ മധ്യത്തിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ അവർക്കത് കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. നമ്മുടെ അപ്പന്മാർക്ക് സംഭവിച്ചു. ഒത്തിരി പേർക്ക് അങ്ങനെ സംഭവിച്ചു. ഒത്തിരി പേര് ഹൃദയം കഠിനമാക്കി. അവർ ദൈവത്തിന്റെ ചലനങ്ങളെ തിരിച്ചറിഞ്ഞില്ല. അവര് വീണ്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ അവരെ തുടർന്നു. അവർക്ക് ദൈവവും ദൈവ സാന്നിധ്യവും ദൈവ പ്രവർത്തികളൊന്നും കാര്യമില്ല.
മതപരമായ കാര്യങ്ങൾ സിസ്റ്റം നല്ലോണം പോകണം. നാം ദൈവത്തിന്റെ ഈ വലിയ പ്രവൃത്തികളെ നാം സ്വീകരിക്കുമ്പോൾ you have to walk with God. ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവം ചലിക്കുന്നത് പോലെ ചലിക്കുവാൻ, ദൈവം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ, അങ്ങനെ ഒഴുകുവാൻ, നമ്മളെ തന്നെ അതിനനുസരിച്ച് ഒന്ന് അലൈൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ. പുതുവീഞ്ഞ് പഴയ തുരുത്തികളിൽ ഇട്ടാൽ അത് പൊളിഞ്ഞു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തികളിലാണ്. A new wine. യേശു പുതിയ വീഞ്ഞായി വന്നിരിക്കുക. പരീശന്മാരുടെ മനോഭാവം പഴയ തുരുത്തിയായി കിടക്കുക. അത് അംഗീകരിക്കാൻ പറയുന്നില്ല, കൊളൈഡ് ചെയ്യുക. സ്തോത്രം. അപ്പോൾ യേശുവിനെ കൊല്ലുവാൻ അവരെ പദ്ധതി ഇടുക. തുറന്നു വായിക്കാം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് ചെയ്യുന്നത് തന്നെ പുത്രനും ചെയ്യുന്നു. Then answered Jesus and said unto them, Verily, verily, I say unto you, the Son can do nothing of himself, but what he seeth the Father do, for what things soever he doeth, that also doeth the Son likewise. യേശു പറയുക, തൃത്വത്തിൽ മൂന്നാമനായി ദൈവമായിരിക്കെ, ദൈവപുത്രനായിരിക്കെ യേശുവിന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലേ? തന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലേ? അതിനുള്ള പ്രാപ്തിയും ശക്തിയും കഴിവും ബുദ്ധിയും വിവേകമൊന്നും ഇല്ലേ? പക്ഷേ യേശു പറയുക, I am a surrendered person. പിതാവിന് വേണ്ടി, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. I have surrendered my will for his will. Jesus gave them the answer. I tell you the truth, the Son can do nothing by himself. എന്താണ് absolute surrender? എന്താണ് സമ്പൂർണമായ സമർപ്പണം? ദൈവമേ, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങ് പറയുന്നതല്ലാതെ, അങ്ങയുടെ ഇഷ്ടമല്ലാത്ത, അങ്ങയുടെ ഇച്ഛയല്ലാത്തത് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്ലേസിലേക്ക് വരുന്ന അങ്ങനെയുള്ള ഹൃദയത്തിന്റെ ഒരു ഉടമയാണ് a person of absolute surrender. The Son can do nothing by himself. He can do only what he sees the Father doing, because whatever the Father does, the Son will do. Amen. പിതാവ് ചെയ്യുന്നത് അത് കണ്ട് ഞാൻ ചെയ്യുവാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ ഹിതമല്ല, എന്റെ വഴികളല്ല, not my ways, not my will, not my desire. എന്റെ ഇഷ്ടങ്ങളല്ല, അങ്ങയുടെ വഴികൾ, അങ്ങയുടെ ഇഷ്ടം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വാക്യം. Let's see. യേശുവിന്റെ വാക്കുകളിൽ he was a man of absolute surrender. I can of myself do nothing. As I hear, I judge, and my judgment is righteous, because I do not seek my own will, but the will of my Father who sent me. The language of absolute surrender. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ കേൾക്കുന്നത്, എന്റെ ന്യായവിധിയിൽ ഞാൻ കേൾക്കുന്നത് പോലെ, എന്റെ പിതാവിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് ഞാൻ ന്യായം വിധിക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. What's absolute surrender? Not doing what pleases me, not doing my own will, not doing what I want. എനിക്ക് ഇഷ്ടമുള്ളത്, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ താല്പര്യങ്ങൾ, എന്റെ സ്വപ്നം, എന്റെ ഡിസയറുകൾ, not my will. ദൈവത്തിന് ആരെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്? ദൈവത്തിന് ആരെയാണ് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവ് ആരിലൂടെയാണ് ഏറ്റവും അധികം ഒഴുകുവാൻ കഴിയുന്നത്? ഏത് സഭയിലൂടെയാണ് ഒഴുകുവാൻ കഴിയുന്നത്? Someone who says, not my will, Father, not my will, O God, but your will. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 21-22. അങ്ങനെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഹൃദയത്തിന് ഉടമയായാൽ എന്താണ് അതിന്റെ പ്രതിഫലം? What's the reward of absolute surrender? 20-ാമത്തെ വാക്യം വായിക്കാം. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും, സ്തോത്രം, പിതാവ് പുത്രനെ സ്നേഹിക്കും. അതുപോലെ നാം അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ആബ്സല്യൂട്ട് സറണ്ടറിലേക്ക്, കർത്താവേ എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. റിയലി പുത്രന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലേ? പുത്രന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ പുത്രൻ പറയുക, ഐ ആം എ സറണ്ടേർഡ് പേഴ്സൺ, ഐ ആം എ yielded person. ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തിയിരിക്കുക, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുക, ഞാൻ എന്നെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുക, വേർപെട്ടിരിക്കുക. So I don't want my will, I don't want my desire. Hallelujah. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നു. അതാരെങ്കിലും സ്വീകരിച്ചാൽ, wow, you will be the next person, that will be the next church, that will create history. It's no secret. When God finds one man who is absolutely surrendered, who will say to God, God, I'm in business with you, not my will but your will, and I give myself, I'm willing to pay the price. ആ വില കൊടുക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. Wow, hallelujah. The Father loveth the Son, the Father loveth the Son. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും, yes, താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. Then the realms open. അത് വ്യത്യസ്ത രീതിയിൽ
വെളിച്ചത്തിന്റെയും വെളിപ്പാടുകളുടെയും ആത്മതലങ്ങൾ തുറക്കുമ്പോൾ, this is one sure way that the realms of God, the realms of the spirit, the realms of heaven, സ്വർഗ്ഗത്തിന്റെ മണ്ഡലങ്ങൾ, ആത്മതലങ്ങൾ തുറക്കുന്നത് എങ്ങനെയാ? When one person says, I am surrendered, I have no other business, no other agenda, I am totally yours God, ഞാൻ പൂർണ്ണമായി അങ്ങയ്ക്ക് വേണ്ടി, എനിക്ക് എന്റെ ഇഷ്ടമില്ല, എനിക്ക് എന്റെ താല്പര്യമില്ല, എന്റെ സ്വപ്നമില്ല, there is no ultra motive, എനിക്ക് അജണ്ട ഇല്ല, വേറെ അജണ്ട ഇല്ല, എനിക്ക് മനുഷ്യരുടെ മാനം വേണ്ട, എനിക്ക് ഒന്നും കെട്ടിപ്പൊക്കണ്ട, എനിക്ക് വേറെ ആൾക്കാരുടെ അംഗീകാരം വേണ്ട, എനിക്ക് അപ്പ പറയുന്നത് കേട്ടാ മതി. That's my great joy. I don't want to prove anything. എനിക്ക് ആരെ ഒന്നും പ്രൂവ് ചെയ്ത് കാണിക്കണ്ട. But I want to do your will. പിതാവ് സ്നേഹിക്കും, പിന്നെ പിതാവ് കാണിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. താൻ ചെയ്യുന്ന പ്രവൃത്തികളെ കാണിക്കുവാൻ തുടങ്ങും. യെസ്, നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ്, കർത്താവിന്റെ വാക്കുകൾ നോക്കി, നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആബ്സല്യൂട്ട് സറണ്ടറിന്റെ ആ വഴിയിലൂടെ നടന്നാൽ പുത്രൻ പറയുകയാണ്, പിതാവിന്റെയും സ്തോത്രം 38 വർഷം സൗഖ്യമാക്കുന്ന ആ ഡൈമെൻഷനിൽ നിന്ന്, ആ തലത്തിൽ നിന്ന് ഇതിലും വലിയ പ്രവൃത്തികൾ, come on somebody say even greater works, ഇതിലും വലിയ പ്രവൃത്തികൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന പോലെ, that you will begin to marvel. ഇത് തന്നെ നിങ്ങൾക്ക് കൈകൊള്ളാൻ കഴിയുന്നില്ല. 38 വർഷം ചലിക്കാത്തൊരു വ്യക്തി ചലിച്ചു. പക്ഷേ this is nothing. യേശു പറയുക, ഇതൊന്നുമല്ല. You will see even more than this. ഇതിനേക്കാൾ വലിയ പ്രവൃത്തികൾ നിങ്ങൾ കാണും. The Father will show even greater works than these, that you may marvel. അതെ, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രതലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ലോകം ആശ്ചര്യപ്പെടും, ജനം ആശ്ചര്യപ്പെടുന്ന ഇതിലും വലിയ പ്രവൃത്തികളെ ദൈവം തന്റെ ജനത്തിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 21-ാമത്തെ വാക്യം വായിക്കാം. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ, പിതാവ് മരിച്ചവരെ ഉണർത്തി ഉയർപ്പിക്കുന്നത് പോലെ, പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ എന്താ? 38 വർഷം കാലുകൾക്ക് ചലനമില്ലാത്ത ഈ മനുഷ്യനെ ഒരു അത്ഭുത ദൈവപ്രവൃത്തി നടന്നെങ്കിൽ പിതാവിന് എന്താ ചെയ്യാൻ കഴിയുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കാൻ, ആത്മീയമായി ഭൗതികമായി. മരണത്തിന്മേൽ ഒരു അധികാരം. ലാസറസ് പുറത്തു വാ. വിധവയുടെ മോനെ കണ്ടപ്പോൾ ആ ശവമഞ്ചത്തെ അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞു. ഈവൻ ഗ്രേറ്റർ വർക്ക്സ്. മരണത്തിന്മേൽ അധികാരിയായിരിക്കുന്ന പിശാചിന്റെ തലയെ താൻ ക്രൂശിൽ മരിച്ച് ആ യാഗം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ, the man who absolutely surrendered had authority over death. മരണത്തിന് മേൽ the even greater works, death defying, death destroying, a dead raiser. Jesus the miracle worker ൽ നിന്ന് Jesus the dead raiser. പ്രിയമക്കളെ, എന്താ അതിന്റെ വഴി? സമ്പൂർണമായ സമർപ്പണം. Even greater works. Somebody say even greater works. The cost of self surrender. നമ്മുടെ സ്വയ ഇച്ഛകൾ, സ്വയ താല്പര്യങ്ങൾ, സ്വയ ആഗ്രഹങ്ങൾ, സ്വയ അന്വേഷണങ്ങൾ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഒന്ന് ഏൽപ്പിച്ചു, നാം ഒന്ന് സമർപ്പിക്കുമോ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ക്രൂശിലേക്ക് പോകുവാനുള്ള സമയമായി. ചില യവന പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൾക്കാര് ഫിലിപ്പോസിനടുത്ത് വന്ന് പറയുകയാ, ഫിലിപ്പോസെ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അവർ യേശു ചെയ്യുന്ന പ്രവർത്തികളും യേശുവിന്റെ ഉപദേശവും കണ്ടപ്പോൾ വണ്ടർ അടിച്ച് അവർ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിച്ചതാ. എന്ന് പറയുമ്പോൾ യഹൂദക്കാർ മാത്രമല്ല, ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് ജനം യേശുവിലേക്ക് ഒഴുകി വരുന്ന ഒരു സമയമായപ്പോൾ യേശുവിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. യേശു പറയുകയാണ്, മഹത്വപ്പെടുവാനുള്ള സമയം വന്നിരിക്കുന്നു. 1.5 വർഷക്കാലം ദൈവം അനുവദിച്ച സമയം കഴിഞ്ഞു. ഈ അടുത്തൊരു അസൈൻമെന്റിലേക്ക് ഞാൻ പോകുകയാണ്. എന്നെ മഹത്വീകരിക്കുവാനുള്ള സമയമാണ്. പുനരുത്ഥാനത്തിന്റെ ആ ജീവനും ശക്തിയും എന്നിൽ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള ഒരു സമയമാണ്. സകല മനുഷ്യരെയും എന്നിലേക്ക് തിരിച്ചു പിടിക്കുവാൻ, ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട ദൈവരാജ്യത്തിന്റെ ആ തലം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരിച്ചു പിടിക്കാനുള്ള ആ നിമിഷം വന്നിരിക്കുക. ജനക്കോടികളെ പൈശാചിക നുകത്തിന് കീഴിൽ നിന്ന് വിടുവിക്കാനുള്ള സമയം വന്നിരിക്കുക. അത് കഴിഞ്ഞ് കർത്താവ് പറയുക, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും, അധികം വിളവുണ്ടാകും. ഹല്ലേലൂയ. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ. വാട്ട് സറണ്ടർ? എന്താണ് ഈ സമ്പൂർണ്ണ സമർപ്പണം? വാട്ട്സ് ദിസ് ആബ്സല്യൂട്ട് ടോട്ടൽ കംപ്ലീറ്റ് സറണ്ടർ? ഇറ്റ് മീൻസ് ഡൈയിങ് ടു യുവർസെൽഫ്.
പലപ്പോഴും നാം ദൈവത്തോട് പറയുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, കർത്താവേ എനിക്ക് അങ്ങേ പൂർണ്ണമായ all of God I want. കർത്താവിന്റെ എല്ലാം എനിക്ക് വേണം, പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളും എനിക്ക് വേണം. Absolute surrender, ആ ലോ, ആ പ്രിൻസിപ്പിൾ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? If you want all of God, then God must have all of you. If you want all of God, നിങ്ങൾക്ക് ദൈവത്തിന്റെ പൂർണ്ണത വേണമെങ്കിൽ, സകലത്തെയും നിറയ്ക്കുന്നവന്റെ ആ നിറവ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് പൂർണ്ണമായി ഒന്നും നാം വെച്ച് പിടിക്കാം. ഇതെന്റെ ഇഷ്ടം, ഇതെന്റെ താല്പര്യം, ഇവിടെ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല, ഇവിടെ ആർക്കും പ്രവേശനമില്ല, ഇത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. Absolute surrender says everything is yours God. എന്റെ പഠിത്തം, എന്റെ പണം, എന്റെ മക്കൾ, എനിക്ക് എന്റെ നിലം, എന്റെ ജോലി, എന്റെ വിദ്യാഭ്യാസം, my purse, my career, my health, my energy, everything is yours God. That's the language of absolute surrender. I will not withhold anything. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ it's death to ourselves, a self death. പാപത്തോടുള്ള ഒരു മരണം മാത്രമല്ല, അതിന്റെ ആദ്യത്തെ പാഠമാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഒരു മാനപാത്രമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ അസാധാരണ നിലവാരങ്ങളിൽ ഉപയോഗിക്കണമെങ്കിൽ, ഒരു സഭ ഉപയോഗിക്കണമെങ്കിൽ, ഈ ഒരു വില, this is the price tag, ഈ ഒരു വില നാം കൊടുക്കണം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക. മക്കളെ, എനിക്ക് നിങ്ങളെ ഉപയോഗിക്കണം. I want a partner. എനിക്കൊരു പങ്കാളിയെ വേണം, എനിക്കൊരു പങ്കാളിയെ വേണം. ALSC സഭയെ എനിക്കൊരു പങ്കാളിയെ വേണം ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ, ഇതിനെ യേശുവിനൂരാക്കുവാൻ, ഇതിനെ സിയോൻ പട്ടണമാക്കുവാൻ, എന്റെ ഭാരതം ദൈവരാജ്യമാക്കുവാൻ. Will you give? നിങ്ങൾക്ക് സമ്പൂർണ്ണമായി നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു തരുവാൻ കഴിയും. കർത്താവ് എല്ലാം തരാം, ജോലി തരാൻ പറ്റത്തില്ല, എല്ലാം തരാം, നിലം തരാൻ പറ്റത്തില്ല, എല്ലാം തരാം, മക്കളെ തരാൻ പറ്റത്തില്ല, എല്ലാം തരാം. പക്ഷെ ഇത് no, that's not the language of absolute surrender. Absolute surrender means I give it all, I forsake all. ഞാൻ എല്ലാം. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തന്നെ ഇരിക്കും. പക്ഷെ ചത്താൽ, അത് വീണ് നിലത്ത് വീണ് ആ സ്വയം മരിച്ചാൽ, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത്? അധികം ഫലം, a great harvest, a plentiful harvest, many lives. The question is, ആ വില കൊടുക്കുവാൻ ആര് തയ്യാറായിരിക്കും? നമുക്കറിയാവുന്ന പോലെ ഗോതമ്പിന്റെ ആ ജീവൻ എന്തിലായിരിക്കുന്നത്? അതിന്റെ അകത്ത്. ഈ ഗോതമ്പിന്റെ പുറത്തൊരു തോടുണ്ട്, അല്ലെ? ഗോതമ്പിന്റെ ഒരു തോടുണ്ട്, the shell. അതിന് ഉള്ളിലാ ജീവനുള്ളത്. ഗോതമ്പ് കുറെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെൽ അവിടെ ഇരുന്ന ആ സ്വയത്തിന്റെ, ഞാൻ ആ ഷെല്ലിന്റെ സ്വയം, നമ്മുടെ സ്വയം, ഈ സ്വയ സമർപ്പണത്തിന്, സമ്പൂർണ്ണ സമർപ്പണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഈ ഗോതമ്പ് അനേക ഗോതമ്പ് മണികളായി ഒരു വലിയ വിളവിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അതിന്റെ ഷെല്ലാണ്. അത് നിലത്ത് വീണ് അത് ചത്താൽ, പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലത്തിലുണ്ടായിരിക്കുന്ന അവിടുത്തെ ആ വെള്ളം, നനവ്, മോയ്സ്ചർ, അതിന്റെ ഷെല്ലിനെ ഉടച്ചാൽ, ബ്രേക്ക് ചെയ്താൽ, അതുപോലെ നമ്മുടെ സ്വയം ഉടഞ്ഞാൽ, if our self will, നമ്മുടെ സ്വയ will, ഇച്ഛകൾ, താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ ഉടഞ്ഞാൽ, ഇങ്ങനെ പറ്റത്തുള്ളൂ. ഇങ്ങനെ no, you never speak that to God. ദൈവത്തോടും ദൈവത്തിന്റെ വഴികളോടും ആ സ്വയം ഉടയണം, ആ ഹാർട്ട് ഷെൽ ഉടയണം. ആ ഗോതമ്പ് മണിയുടെ ജീവനെ ലിമിറ്റ് ചെയ്ത് കളയുന്ന ആ ഷെല്ലാണ്. അത് ഉടഞ്ഞാൽ, അത് നിലത്ത് വീണ് ചത്താൽ, പിന്നെ അതിൽ നിന്ന് ജീവൻ ഒഴുകും. നമ്മുടെ ഉള്ളിൽ ജീവൻ, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ സ്വയം, നമ്മുടെ പ്രാണൻ, the soulish life, ആത്മാവ്, ദേഹി, the spiritual life and the soulish life. ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, ഇമോഷൻ, our thoughts, emotions, our mind and decisions. അപ്പോൾ നമ്മുടെ സോൾ ലൈഫ്, നമ്മുടെ ദേഹിയുടെ ആ ജീവനാണ് നമ്മുടെ ആത്മാവിന്റെ ജീവന്റെ ചുറ്റും ഒരു ഹാർഡ് ഷെല്ല്, ഗോതമ്പിന്റെ ഈ കട്ടിയുള്ള തോട് പോലെ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ആത്മാവിൽ നിന്ന് അത് ദൈവത്തിന് പ്രയോജനമുള്ള രീതിയിൽ ഒഴുകുവാൻ തടസ്സപ്പെടുത്തുന്നത് ആ ഷെൽ. That's soulish life. അത് ഈ പാപം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒത്തിരി പാപത്തിൽ അകപ്പെട്ടിരിക്കുന്ന അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതിന്റെ ബേസിക് ആണ്. Even the good things, നിങ്ങളെ സ്വയം ഒന്ന് തകരുവാൻ, സ്വയ ഇച്ഛകൾ ഒന്ന് തകരുവാൻ, ഒന്ന് മരിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുമോ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ തന്നെയാണ് മറിയ ഒരു വർഷം മൊത്തം സമ്പാദിച്ച്, John 12:24 TPT, a single grain of wheat will never be more than a single grain of wheat unless it drops into the ground and dies, because then it sprouts and produces a great harvest of wheat, all because one grain died. അങ്ങനെ ഒന്ന് മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഈ സഭയിൽ അങ്ങനെ ഒന്ന് മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൈ പോകണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. One grain died and it produced so much of fruit. ഒരു ഗോതമ്പ് മണി വീണ് ചത്തു. കർത്താവ് പറയുക, ഞാൻ ചാകുകയാണ്, ഞാൻ ചത്താലേ, ഞാൻ മരിച്ചാലേ അനേകർക്ക് ജീവൻ നൽകുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, that's a spiritual principle. അതൊരു ആത്മീയ തത്വമാണ്. Until unless our self will dies,
Our stubborn will dies. നമ്മുടെ സ്വയ ശാഠ്യം, സ്വയ ഇഷ്ടം, ഹിതം ചിലപ്പോൾ നല്ലതായിരിക്കാം, തീയതല്ല. But it must die. ആ മരണത്തിന്റെ ആ പ്രക്രിയയിലൂടെ, പ്രോസസ്സിലൂടെ പോയാൽ മാത്രമാണ് ദൈവത്തിന്റെ പുനരുത്ഥാന ജീവന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? മറിയ ആ വെങ്കൽ ഭരണി തൈലം, സുഗന്ധ തൈലം, വളരെ വിലയേറിയ ആ വിലയേറിയ തൈലം ഏതിന്റെ ഉള്ളിലാണ്? ആ ഭരണിയുടെ ഉള്ളിലാണ്. It's the alabaster box. പക്ഷെ തൈലം ഉള്ളിലിരുന്നാൽ അത് ഉള്ളിലിരിക്കേ ഉള്ളൂ. ആ തൈലത്തിന്റെ എഫക്റ്റ് വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? ആ ഭരണി പൊട്ടണം. എത്ര വിലയേറിയ സുഗന്ധ തൈലമാണെങ്കിലും അത് പൊട്ടിച്ചൊഴിച്ചില്ല എങ്കിൽ അതിന് പ്രയോജനമില്ല. That alabaster box jar must break. There must be a breaking of our soul life, of our self life. ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തെടുത്തു. ആ ക്രൂശിൽ നമ്മളെയും ചേർത്ത് നമ്മുടെ സ്വയ ജീവിതത്തെ ക്രൂശിക്കുവാനുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അങ്ങനെ ഒരു ക്രൂശിന്റെ പ്രവൃത്തിയും ദൈവം നമുക്ക് വേണ്ടി പ്രദാനം ചെയ്തിരിക്കും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ക്രൂശിലൂടെ ദൈവം വലിയൊരു പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്തു. പക്ഷെ ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യണം. നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ചു, പഴയ മനുഷ്യന്റെ ആ ആധിപത്യത്തെ ക്രൂശിൽ തകർത്തു. ഹല്ലേലൂയ. അത് വലിയൊരു ദൈവപ്രവൃത്തി. മൂന്നാമത്തെ ദൈവപ്രവൃത്തിയാണ് ഈ ക്രൂശ് നമ്മുടെ സ്വയ ജീവിതത്തെ ആഴമായി ഒന്ന് ഡീൽ ചെയ്യണം. There must be a severe death blow to our self life. ചോദ്യം, നമ്മുടെ സ്വയം മരിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മുടെ ജഡജീവിതം, ഫ്ലഷ് ലൈഫ്, സോൾ ലൈഫ് ഒന്ന് ബ്രേക്ക് ചെയ്യുവാൻ, മരിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? Will we break our alabaster box? Praise God. So a surrendered person is a crucified person. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. The crucified life, the surrendered life, the consecrated life എന്ന് പറയാം. ഞാൻ ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ്. പൗലോസ് പറയുക, പൗലോസിന്റെ ജീവിതം വലിയൊരു അനുഗ്രഹമായി തീരുവാൻ വലിയ ദൈവപ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, അനേക ദൈവസഭകളും അനേക ദൈവത്തിന്റെ നിത്യതയിൽ ശോഭിക്കുന്ന ദൈവത്തിന്റെ വൻ പ്രവൃത്തികൾ ഈ മനുഷ്യന്റെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാൻ കാരണം എന്താ? He was a surrendered person. I'm crucified. I've been crucified with Christ. No longer I. ചോദ്യം, are you a crucified person? Are you a consecrated person? Are you a surrendered, yielded person? നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ആ കൈ നമുക്കൊന്ന് ക്രൂശിലേക്ക് ഇങ്ങനെ നമുക്കൊന്ന്, നമ്മുടെ കൈ നീ നമ്മുടെ അല്ല, ആണി അടിച്ചിരിക്കുക, ക്രൂശിക്കപ്പെട്ടിരിക്കുക, കൈ ക്രൂശിക്കപ്പെട്ടിരിക്കുക, കാലുകൾ ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഒരു മുൾക്കിരീടം നമ്മുടെ മേൽ, നമുക്കിഷ്ടമുള്ളത് സംസാരിക്കുവാൻ, വായിൽ തോന്നുന്നത് പറയാൻ, മനസ്സിൽ വരുന്ന I'm a crucified person. I'm a crucified person. I'm a surrendered person. Not my will. Hallelujah. പരിശുദ്ധാത്മാവ് സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുപോട്ടെ. പലപ്പോഴും നമ്മൾ പാടുന്ന all to Jesus I surrender, all to him I freely give. സമ്പൂർണമായി ഞാൻ യേശുവിനെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നമ്മൾ പാടിയത് all to Jesus I surrender. ജീവിതത്തിൽ ചെറിയൊരു വിഷയം വരുമ്പോൾ, ചെറിയ നാം എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രതികൂലം വരുമ്പോൾ, ആരെങ്കിലും നമ്മളെ നോക്കി ഒന്ന് വിമർശിക്കുമ്പോൾ, കൊള്ളരുതാത്ത ഒരു വാക്ക് നമ്മളെ കുറിച്ച് പറയുമ്പോൾ, നമ്മളെ ഇഗ്നോർ ചെയ്ത് കളയുമ്പോൾ, നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിക്കും? നമുക്ക് പെട്ടെന്ന് വേദനയും വിഷമവും നിരാശയും ഡിസ്കറേജ്മെന്റും ഒക്കെ വരും. നമ്മുടെ തോട് പൊട്ടിയിട്ടില്ല, എപ്പോഴും സ്വയം ബാക്കി നിൽക്കുകയാണ്. ദൈവത്തിന്റെ ജീവൻ ഒഴുകുവാൻ അത് തടസ്സമായി നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അൺബ്രോക്കൺ സെൽഫ് ലൈഫ്, അതിന്റെ ചില ഇൻഡിക്കേറ്റേഴ്സ് പെട്ടെന്ന് പറയാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നമ്മളെ ഒന്ന് സഹായിക്കട്ടെ. നമ്മുടെ സ്വയം തകർന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ജീവന് ഒരു ലെവലിൽ കൂടുതൽ ഒഴുകുവാൻ കഴിയുകയില്ല. ആ ഗോതമ്പ് മണിയുടെ ഉള്ളിലുള്ള ജീവന് പുറത്തു വരുവാൻ കഴിയാത്തതുപോലെ അത് തടസ്സപ്പെട്ട് നിൽക്കും. അൺബ്രോക്കൺ സെൽഫ് ലൈഫിന്റെ ചില ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പെട്ടെന്ന് അവർക്ക് ഇടർച്ചകൾ വരും. ഒരു കാര്യം സംഭവിച്ച ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ചെയ്തില്ല, പറഞ്ഞില്ല, പെട്ടെന്ന് അവരെന്ത് ചെയ്യും? They become offended. They are quick to be offended. That's a strong self, an unbroken self life. നമ്മൾ വേറെ ആരും ചെക്ക് ചെയ്യണ്ട, നമ്മളെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. God, if it is there in me, എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ യേശുവിനെ സമർപ്പിച്ചു എന്ന് നമുക്ക് പാടാം. പക്ഷേ ആ സ്വയം തകർന്നിട്ടില്ല. ആ സുഗന്ധ തൈലത്തിന് പുറത്തു വരുവാനായി എപ്പോഴും ആ പാത്രം ഒരു തടസ്സമായി നിൽക്കുകയാണ്. Quick to be offended, പെട്ടെന്ന് ഇടറിപ്പോകും, പെട്ടെന്ന് വേദനിച്ച് വിഷമിച്ചു പോകും. They get quickly hurt, they quick to complain. ചെറിയ വിഷയങ്ങൾ പെട്ടെന്ന് പരാതികൾ പറയും, പുറകുറുക്കും, അല്ലേ? സാധാരണ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ച്, എനിക്ക് പറ്റത്തില്ല, I'm upset. That's a strong indicator of a strong self life, unbroken self life. They're quick to be disappointed and sad. പെട്ടെന്ന് വിഷമിച്ച് നിരാശപ്പെട്ടു പോകും. They're quick to quit. പെട്ടെന്ന് ജീവിതത്തിലുള്ള വിഷയങ്ങൾ, സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, സംസാരങ്ങൾ പെട്ടെന്ന് അവർ പിന്മാറും, പെട്ടെന്ന് withdraw ചെയ്യും. They're quick to shout.
പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വന്നു, പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം സംഭവിച്ചു. പെട്ടെന്ന് they shout, they fight, they complain, they compete, they compare. ഒരു കാര്യം സംഭവിച്ചു, പെട്ടെന്ന് എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിൽ നിന്ന് കൂടെ ആയിരിക്കും അത് സംഭവിച്ചത്. പക്ഷേ പെട്ടെന്ന് ആ കുറ്റം വേറൊരു വ്യക്തിയുടെ പുറത്തേക്ക്. ആദം, നീ എവിടെയാ? Problem is not me, the problem is her. That's self life. Quick to react and retaliate. പെട്ടെന്ന് പ്രതികരിക്കുക, പെട്ടെന്ന് quick to justify. നമ്മുടെ സ്വയത്തെ നീതീകരിക്കാനുള്ള ശ്രമം. Quick to compete and compare. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ പെട്ടെന്ന് ഒഫൻഡഡ് ആവും, പെട്ടെന്ന് ഹേർട്ട് ആവും, പെട്ടെന്ന് കംപ്ലൈൻ, പെട്ടെന്ന് ഡിസപ്പോയിന്റ്, പെട്ടെന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യും, പെട്ടെന്ന് ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും, പെട്ടെന്ന് വികാരഭരിതമായി ഷൗട്ട് ചെയ്യും, ഫൈറ്റ് ചെയ്യും, ആക്രമിക്കും, പെട്ടെന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഉയർച്ചകൾക്ക് വേണ്ടി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യും. യു കോമ്പീറ്റ് ആൻഡ് കമ്പയർ യുവർസെൽഫ്. ദൈവം എന്നെ ഉയർത്തും, അവന്റെ കരത്തിൽ ഞാൻ താഴ്ന്നിരുന്നാൽ തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തും. ഉയർച്ച മനുഷ്യനിൽ നിന്നല്ല, ദൈവമാണ്. ആബ്സല്യൂട്ട് സറണ്ടർ. എന്റെ സ്വയം ഞാൻ സമർപ്പിച്ചിരിക്കുക. എന്റെ ഉയർച്ച ദൈവത്തിൽ നിന്നാണ് വരുന്നത്. And I know, my God, hallelujah, എന്നെ മാനിക്കുന്നത്, എന്നെ ഉയർത്തുന്നത് ദൈവമാണ്, മനുഷ്യകാര്യങ്ങളല്ല. It is God who elevates and lifts me up. Death to self life. സ്വയം ദൈവത്തിന്റെ ജീവൻ ഒഴുകുവാൻ തടസ്സമായി നിൽക്കുന്ന സെൽഫ് വിൽ, നമ്മുടെ സ്വയ ഇച്ഛകൾ, സെൽഫിഷ്നെസ്, സ്വാർത്ഥമായിരിക്കുന്ന മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ, ചിന്തിക്കുവാൻ, കരുതുവാൻ, സെൽഫിഷ്നെസ്, സെൽഫ് സെന്റർഡ്നെസ്, സ്വയകേന്ദ്രിതമായ ജീവിതം, സ്വയ താല്പര്യങ്ങൾ, അംബിഷൻസ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് I don't bother. I am only interested in myself. സ്വയ സ്നേഹം, സ്വസ്നേഹം, സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ, ഒബ്സഷൻ, ഇൻഡൽജൻസ്, സെൽഫ് പിറ്റി, ഡെത്ത് ടു സെൽഫ് ലൈഫ്. ഇന്നെത്ര പേര് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന് പ്രസാദമായ, ദൈവത്തിന് പ്രസാദമായ ഒരു ജീവിതം. പാപത്തിന്റെ പ്രവൃത്തികൾ മാത്രമല്ല, നാം ചെയ്യുന്ന പാപം അല്ലെങ്കിൽ തെറ്റുകൾ, മോശമായ കാര്യങ്ങൾ മാത്രമല്ല, സ്വയ സ്നേഹം, സ്വയ വഴികൾ, സ്വയ ഇച്ഛകൾ, സ്വയ ആഗ്രഹങ്ങൾ. കായനും ആബേലിനെയും രണ്ടുപേരും ദൈവസന്നിധിയിലേക്ക് അവർ യാഗങ്ങളെ കൊണ്ടുവന്നു. കായന്റെ യാഗത്തെ ദൈവത്തിന് പ്രസാദിച്ചില്ല, കായന്റെ യാഗത്തിന്മേൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിന്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചു. രണ്ട് വഴികളാണ് അത് കാണിക്കുന്നത്. കായൻ തന്റെ സ്വയ വഴിയിൽ, സെൽഫ് വിൽ, he came a soulish way, a soulish way, സ്വയ ശക്തിയിൽ, സ്വയ അധ്വാനത്തിൽ നിന്ന്, സ്വന്തം കഴിവുകളിൽ നിന്ന് താൻ ദൈവത്തിന് യാഗത്തെ സമർപ്പിച്ചു. ഹാബേൽ came a spiritual way. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. The book of Hebrews chapter 4 verse 12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവവചനത്തിന്റെ ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം. For the word of God is living and active, sharper than any two-edged sword. It penetrates even to the depths, dividing the soul and the spirit, joints and marrow. It judges the thoughts and attitudes of the heart. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നു? നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും. കായന്റെ പ്രശ്നം എന്തായിരുന്നു? താൻ തന്റെ വഴി വന്നു. He came his self way. He was not willing to die to his self. തന്റെ സ്വയ വഴിയോട്. എന്താണ് ദൈവത്തിന് പ്രസാദം, എന്താണ് ദൈവം അംഗീകരിക്കുന്നത്, എന്താണ് ദൈവത്തിന് ഇഷ്ടമെന്ന് കായൻ അറിഞ്ഞിട്ടും he came his way. ആബേൽ എന്ത് ചെയ്തു? രക്തം കൂടാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല, ദൈവം അംഗീകരിക്കുകയില്ല. ആ ആദ്യ പാഠങ്ങൾ ഈ രണ്ട് മക്കൾക്ക് നന്നായി അറിയായിരുന്നു. One came his way, the soulish way. The one came God's way, the spiritual way. Hallelujah. നല്ല പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്നതും ഭൂമിയിലെ ഉത്പന്നങ്ങൾ നല്ലതല്ലേ? നല്ലതാ. പക്ഷെ God cannot accept the soulish thing. പലപ്പോഴും നാം ദൈവത്തിന് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God says no, 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 no. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ല, അതെന്റെ ആത്മാവിൽ ഉളവായ ഒരു കാര്യമാണോ, എന്റെ ഇഷ്ടത്തിൽ ഉളവായ ഒരു കാര്യമാണോ, എന്റെ ഹിതത്തിൽ ഉളവായ ഒരു കാര്യമാണോ? Only a person who is surrendered says, God, not my will. I don't want to come my way. I don't want to do anything just for the sake of doing. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിൽ നിന്നുള്ളവായ ഇസ്മായിലും ഇസഹാക്കും
ദൈവത്തിന്റെ വാഗ്ദത്വമായിരുന്നു. എബ്രഹാം സാറയ്ക്ക് ദൈവം ഒരു സന്തതിയെ കൊടുക്കും. വാഗ്ദത്വം നിവർത്തിക്കാതെ വന്നപ്പോൾ സമയം അങ്ങോട്ട് നീളുന്നു. പറഞ്ഞ പ്രവചനങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജഡത്തിൽ നിന്ന് ഇസ്മായിൽ ഉളവായി. അത് മനുഷ്യന്റെ സ്വയം വഴികളെ കാണിക്കുന്നു. ദ സെൽഫ് വേ. ദൈവം പറഞ്ഞു, ഇസ്മായിൽ അല്ല, there is a spiritual way. എൻ്റെ ഒരു വഴിയുണ്ട്. അല്പം താമസിച്ചാലും there is something that will come. ഇസഹാക്ക് and ഇസ്മായിൽ. ലോകരാജ്യങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളെ വിളിച്ചു പറയുന്ന രണ്ട് കൂട്ടം, ഐസക് and ഇസ്മായിൽ. The Isaac generation and the Ishmael generation. The spiritual way and the self way. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. ഗെത്സമനയിൽ കർത്താവ് തന്റെ അവസാനത്തെ അസൈൻമെന്റിലേക്ക് കയറുമ്പോൾ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട, ഏൽപ്പിക്കപ്പെട്ട കർത്താവിന്റെ ആ മാതൃക നമുക്കൊന്ന് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 41. യെസ്. താൻ അവരെ വിട്ട് കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. 42-ാമത്തെ വാക്യം. യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണമേ. പിതാവേ, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീൽക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് നിന്റെ ഇഷ്ടം പ്രാർത്ഥിച്ചു. തന്നെ ആകട്ടെ. Saying, Father, if thou be willing, remove this cup from me. Nevertheless, not my will, but thine be done. ഇന്ന് എത്ര പേര് അങ്ങനെ ഒന്ന് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുവാൻ, കർത്താവെ അങ്ങനെ ഒന്ന് സമർപ്പിക്കുവാൻ, അങ്ങനെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി ഒന്ന് നമ്മളെ ഏറ്റെടുക്കുവാൻ. കർത്താവ് സാധാരണമായി ഉപയോഗിച്ച രണ്ട് വ്യക്തികളെ പെട്ടെന്ന് പരിചയപ്പെടുത്തുവാൻ വളരെ സുപരിതമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് കാത്രീൻ കുൾമൻ. തന്റെ ജീവിതത്തിൽ വലിയ തകർച്ചകളിലൂടെ താൻ പോയി. വിവാഹത്തിൽ വലിയ വേദന അനുഭവിച്ചു. താൻ വിവാഹിതയായ തന്റെ ഭർത്താവ് തന്നെ വിട്ടുപോയി. വളരെ തകർച്ചയിലും വേദനയിലും ഒരു കഴിവും പ്രത്യേകിച്ച് ഒരു ടാലന്റും ഇല്ലാത്ത കാത്രീൻ താൻ വിഷമിച്ചു, വേദനിച്ചു. കർത്താവ്, എല്ലാം നശിച്ചു പോയല്ലോ, എല്ലാം കൈവിട്ടു പോയല്ലോ, എനിക്കൊന്നുമില്ലല്ലോ. അങ്ങനെ താൻ കരഞ്ഞ് യാത്ര ചെയ്തതിന്റെ മധ്യത്തിൽ ഒരു സ്ഥലമെത്തിയപ്പോൾ താൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് പാടുവാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് വലിയ കൃപകളും ഒന്നുമില്ല. പക്ഷേ ഈ തകർന്ന ഒരു പാത്രത്തിൽ, പൊട്ടിയ പാത്രത്തിൽ, സ്ത്രീ ആയിരിക്കുന്ന എന്നെ, എന്റെ മാരേജ് ബ്രേക്കപ്പ് ആയ എന്നെ ഞാൻ നിന്റെ കൈകളിലേക്ക് തരും. പരിശുദ്ധാത്മാവേ, അങ്ങക്ക് ഈ തകർന്ന പാത്രത്തെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒട്ടും വെച്ചുപിടിക്കത്തില്ല, ഞാൻ ഒട്ടും വെച്ചുപിടിക്കും. ലോക ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിനോടുകൂടെ ഇത്രയും അടുത്ത് ജീവിച്ച, പരിശുദ്ധാത്മാവിനെ അത്രയും അടുത്തറിഞ്ഞ്, അത്രയും അടുത്ത് ലോകത്തിൽ പ്രദാനം ചെയ്ത ഈ കാലഘട്ടത്തിൽ ഈ സ്ത്രീയെ പോലെ വേറൊരു സ്ത്രീ ഇല്ല. തന്റെ വാക്കുകളാണ്, God is not looking for golden vessels. He is not looking for silver vessels. He is looking for willing and yielded vessels. സ്വർണ്ണ പാത്രങ്ങൾക്ക് വേണ്ടിയോ, വലിയ പാരമ്പര്യം, വലിയ കുടുംബം, വലിയ വാക്ചാതുര്യം. Not for golden vessels. സ്വർണ്ണ പാത്രങ്ങൾക്ക്, വെള്ളിപ്പാത്രങ്ങൾക്കല്ല. പക്ഷെ someone who is surrendered, consecrated, ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത willing and yielded vessel. ഹല്ലേലൂയ. അസാധാരണമായ കർത്താവ് ഈ സ്ത്രീയെ ഉപയോഗിക്കാനിടയി. ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ. A frail woman, a broken woman, a failed marriage. 1700 തൊട്ട് 1776 വരെ ജീവിച്ച this woman, അടുത്ത് വില്യം ജെ സെയ്മോർ എന്ന് പറഞ്ഞ കർത്തവർഗക്കാരനായ, ഒറ്റക്കണ്ണനായ വില്യം ജെ സെയ്മോർ, മോഡേൺ പെന്റക്കോസ്റ്റലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഫാദർ ഓഫ് മോഡേൺ പെന്റക്കോസ്റ്റലിസം എന്ന് അറിയപ്പെടുന്ന വില്യം ജെ സെയ്മോർ, ദി അപ്പസ്റ്റോളിക് ഫെയ്ത്ത് ചർച്ചിന്റെ പാസ്റ്ററായിരുന്ന കർത്തവർഗക്കാരൻ. വർഗീയത, വെള്ളക്കാരുടെ മധ്യത്തിൽ കർത്തവർഗക്കാർ എപ്പോഴും പീഡിപ്പിക്കപ്പെട്ട് സെപ്പറേറ്റ് ആയിരിക്കുന്ന ഈ മനുഷ്യൻ. This is a story of another man who was willing to absolutely surrender. തന്റെ കഴിവ്, തന്റെ പഠിത്തം, തന്റെ വിദ്യാഭ്യാസം എന്നേക്കാളപ്പുറമായി God, I surrender. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ റിവൈവൽ, ഏറ്റവും വലിയ ഉണർവ്, The Azusa Street Revival Outpouring of God's Spirit 1906 നടന്ന, ലോസ് ആഞ്ചലസ് കാലിഫോർണിയയിൽ നടന്ന ലോകവ്യാപകമായ ഉണർവ്. Two people, കാത്രീൻ കുൾമൻ, a broken woman, കർത്തവർഗക്കാരനായ, പഠിത്തമില്ലാത്ത, ഒറ്റക്കണ്ണനായ. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി യേശു പറഞ്ഞതുപോലെ, പിതാവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണം. അതെ, these are the days of the even greater works. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ ഇന്നും ഒരു വ്യക്തിയെ അന്വേഷിക്കും, ഇന്നും ഒരു കൂട്ടത്തെ അന്വേഷിക്കും, ഇന്നും ഒരു സഭയെ അന്വേഷിക്കും. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്കൊന്ന് സമർപ്പിക്കാം. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിയുന്നവർ, ആ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി, ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു എന്ന് ഉറപ്പുള്ളവർ, ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു എന്ന് വ്യക്തമായി തിരിച്ചറിയുന്നവർ, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കണമേ.
പിതാവ് ദൈവത്തിന്റെ പ്രസാദകരമായ ഒരു മാനപാത്രമായി ഈ അന്ത്യകാലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് കർത്താവേ, അങ്ങ് എന്നെ ഒരു പങ്കാളിയാക്കി, ഒരു കൂട്ടാളിയാക്കി കർത്താവേ, എന്നെ ഉപയോഗിക്കുവാൻ അങ്ങക്ക് പദ്ധതി ഉണ്ടെന്ന് എന്നെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ലോക രാജ്യങ്ങളിൽ ദൈവമേ, അങ്ങ് ചെയ്യുന്ന അങ്ങയുടെ പ്രവൃത്തികളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ പ്രവൃത്തികൾക്ക് വേണ്ടി, വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഈ സമയങ്ങളിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നത് ചെയ്യും, അതിൽ വലിയ പ്രവൃത്തികൾ ചെയ്യുമെന്ന് അങ്ങയുടെ വചനത്തെ ആഴ്ച ഞങ്ങളെ കേൾപ്പിച്ച ആ വിലയ്ക്കായി, ആ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള വലിയ വില എന്താണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളത് കേട്ടു. ആ വില കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളവർ നിങ്ങളുടെ വലം കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കണം. ആ സ്വയ ജീവിതം തകരണമെന്ന് ഞാൻ കേട്ടു അപ്പ, അത് ചാകണമെന്ന് ഞാൻ കേട്ടു. ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക്, സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി, വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായി, ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയായി, a surrendered person, a crucified person, a consecrated person. Here I am, Lord, here I am, here I am. യാഗപീഠത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് വന്ന് ഞങ്ങളിൽ കർത്തൃത്വം ഏറ്റെടുക്കണമേ. അങ്ങയുടെ കരപ്രവൃത്തികൾ, കരസ്പർശനങ്ങൾ കർത്താവേ, take over your people, take over your people, and we yield ourselves, Lord. പരിശുദ്ധാത്മാവെ, പൂർണ്ണമായി ഞങ്ങളെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് അങ്ങ് വന്ന് അങ്ങയുടെ ജനത്തെ നിറച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ, a people who are saturated by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കവിയുന്ന ഒരു ജനം, ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു ജനം. Yes, lift it up. Yes, Jesus. Yes, Lord. We thank you, Father. പരിശുദ്ധാത്മാവ് ഒരു സുനാമി പോലെ ആഞ്ഞടിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്തേക്ക്, മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് കൊടിയ കാറ്റായി, as a rushing mighty wind, പിളർന്ന നാവായി വെളിപ്പെട്ടതുപോലെ the Holy Spirit of God will roll in, will move in, will captivate and saturate. അങ്ങനെ നാം നമ്മുടെ ഹൃദയമാകുന്ന വേദികൾ, ഈ ഓൾട്ടർ, ഈ ദൈവസഭ അങ്ങനെ ആ വില കൊടുക്കുവാൻ റെഡിയാകുമ്പോൾ, that we absolutely surrender, withholding nothing. And surrender all to you. Everything I give to you, withholding nothing, withholding nothing, withholding nothing, withholding nothing. പൂർണ്ണമായി അപ്പാ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. I give myself away. प्रभु, मैं अपने आप को आपके हाथों में दे देता Give हूँ. myself away. मैं पूरी तरह से अपने आप को दे देता हूँ प्रभु. എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ക്രൂശിന്റെ ആഴമായൊരു പ്രവൃത്തി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങളിലേക്ക് ക്രൂശിന്റെ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവ് ആഴത്തിൽ, a death blow to your self life, to your soulish life. He will break and dismantle that outer shell. Withholding nothing, withholding nothing, withholding nothing, withholding nothing. I give myself away, I give myself away, I give myself away, I give myself away, so you can use me, so you can use me. എന്നെ തരുகிறேன், തരുகிறேன். കരത്തിൽ എന്നെ അർപ്പിക്കൂ, അർപ്പിക്കൂ. പാദത്തിൽ എന്നെ തരുகிறேன், തരുகிறேன். കരത്തിൽ
നന്ദിയപ്പാ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ സമർപ്പണത്തെ അങ്ങ് കാണുന്നല്ലോ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അപ്പാ. ഒരു സഭയായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു അപ്പാ. സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. We yield and surrender, Lord. അങ്ങയുടെ ഇഷ്ടം ചെയ്തെടുക്കുവാൻ, അങ്ങയുടെ പദ്ധതികളെ നിവർത്തിക്കുവാൻ വേർതിരിക്കപ്പെട്ട, കോൺസെക്രേറ്റഡായി, സെറ്റ് അപ്പാർട്ടായി, ഹോളി ആയിരിക്കുന്ന, സാങ്ക്ടിഫൈഡ് ആയിരിക്കുന്ന, പ്യൂർ ആയിരിക്കുന്ന, വേർതിരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, ശുദ്ധീകരിക്കപ്പെട്ട ഒരു കൂട്ടം ജനം ഞങ്ങളുടെ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ അപ്പ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. Holy Spirit of God, come have your way. Come, Holy Spirit of God, and have your way. പരിശുദ്ധാത്മാവേ, അങ്ങ് വന്ന് ഞങ്ങളിൽ അങ്ങയുടെ കർത്തൃത്വം ഏറ്റെടുക്കണമേ. Come, Holy Spirit of God. Come, Holy Spirit of God, and have your way. Have your way. Have your way among us, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങ് വന്ന് അങ്ങയുടെ പ്രവൃത്തികളെ ഞങ്ങളിൽ ചെയ്തെടുക്കണമേ. ആമേൻ. ഞങ്ങൾ സമ്പൂർണമായി ഹല്ലേലൂയ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. നന്ദിയപ്പ. We thank you in Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. God bless you. God bless you.